സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഒരായത്തിന്റെ മഹത്വം പറയാം. 6600 പരം വരുന്ന ആയത്തിന്റെ മഹത്വമല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്തിന്റെ മഹത്വമാണ് ഞാൻ പറയുന്നത്. നബി ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. ഈ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ. എന്താണ് പ്രതിഫലമെന്നറിയുമോ? ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്. കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാബീട്. കൊതിയുണ്ട് വല്ലപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു പാസുതാ മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. അല്ലാഹുവിന്റെ സ്വർഗമുണ്ടടാ ചെറുപ്പക്കാരാ, പെങ്ങളെ. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്താ ഞാൻ പറയുന്നത്. ഇത് പാരായണം ചെയ്താ നിനക്ക് സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്. അത് ദുനിയാവിൽ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം പറയാ. എന്റെ പ്രിയപ്പെട്ടവര്, ഈ ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്നല്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്നല്ല. പിന്നെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമെന്താ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിച്ച അവസാനം ഈ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയത്ത് അല്ലാഹു തന്ന നാവ് കൊണ്ട് അവസാനമായിട്ട് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണ്ടേ, ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണ്ടേ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഖസിക അനിൻ നാർ വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് വിജയിച്ചവനെന്ന് ഖുർആൻ പറയുകയാണ്. ഏറ്റവും വലിയ അഭിലാഷമെന്ത്? അള്ളയല്ലേ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ, നിങ്ങൾ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവൂ, അല്ലാതെ നിങ്ങൾ മരിക്കല്ലേ. വവസാ ബിഹാ ഇബ്രാഹീം ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രവാചകന്മാർ തന്നെ മക്കളോട് വസിയ്യത്ത് ചെയ്യുകയാ, മുസ്ലിമായിട്ടേ മരിക്കാവൂ, മുസ്ലിമായിട്ടേ മരിക്കാവൂ. പ്രവാചകന്മാർ ദുആ ചെയ്തല്ലോ, റബ്ബിഖദ് ആതൈതനീ മിനൽ മുൽക് വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ്. അവസാനം പറയുന്നു, തവഫനി മുസ്ലിമാ, മുസ്ലിമായിട്ട് മരിപ്പിക്കണം തമ്പുരാനെ, ഈമാനുള്ള മരണം തരണം തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിലെ ആയത്ത് ഓതുമെന്ന് തീരുമാനിച്ചവരെ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ചവര്, ഖുർആനിനെ ബഹുമാനിക്കുമെന്ന് തീരുമാനിച്ചവര്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തരുന്ന പ്രതിഫലം ഒരായത്തിന്റെ പ്രതിഫലമടോ, ഒരായത്തിന്റെ
ആയത്തിന്റെ പ്രതിഫലമടോ. ഈ മനുഷ്യനെ കാണുമ്പോ, ഈ ഹാജിയാരെ കാണുമ്പോ അത്ഭുതം തോന്നാറുണ്ട്. ഈ സ്ഥാപനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യന്, ഈ സ്ഥാപനത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യന് പടച്ചവനെ അല്ലാഹു ഇവർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ചൊന്ന് ചിന്തിക്കണോ. ഈ സ്ഥാപനത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ഇതിന്റെ സംഘാടകർ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമൊന്ന് ചിന്തിക്കണോ. മക്കളുടെ ദുആ വേണ്ടല്ലോ, ഭാര്യയുടെ ദുആ വേണ്ടല്ലോ, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരൊറ്റ വിദ്യാർത്ഥിയുടെ ദുആ പോലെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അല്ലാഹുവേ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ പ്രതിഫലം ഇൻഷാ അല്ലാഹ് പറഞ്ഞവര്, ഇൻഷാ അല്ലാഹ് പറഞ്ഞവര്, അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നല്ല മരണമാ. അതിനെക്കാളും വേറെ ഒന്നുമില്ലല്ലോ, അതിനെക്കാളും വേറെ ഒന്നുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, സിറാജ് വലിയവനാകുന്നത് എപ്പോഴെന്നറിയോ? ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ വഴുതിന് കയറുമ്പോ ആരോ പറഞ്ഞു പ്രഭാഷണ തലയിൽ എന്തോ ആനയെന്ന്. ചുമ്മാതെ. എടാ, ഞാൻ എപ്പോഴാ നല്ലവനാകുന്നറിയോ? ജീവിച്ചിരിക്കുന്ന കാലത്ത് പുകഴ്ത്താനും പാഴ്ത്താനൊക്കെ ആളുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല ചങ്ങാതി. സിറാജ് രക്ഷപ്പെടുന്നത് എപ്പോഴെന്നറിയോ? 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് എന്റെ വീടിനകത്തെന്നെ മലർത്തി കിടത്തുമ്പോ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണം, 40 പേര് നല്ലത് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എടാ, നിന്റെ മയ്യത്ത് കാണുന്നവര് പറയണം നീ നല്ലവനാണ്. നിന്റെ ജനാസയിൽ നോക്കിയിട്ട് പറയണം ഇവന്റെ ചിരി കണ്ടോ, അവന്റെ മുഖത്തെ പ്രകാശം കണ്ടോ. ഉറങ്ങുകയാ. അല്ലാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. ഒരു നല്ല മരണം ഖുർആൻ ഓതുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം നല്ല മരണം. വെറുതെ പറഞ്ഞതല്ല, ഞാൻ വെറുതെ പറഞ്ഞതല്ല. പ്രതിഫലം ഞാൻ പറയാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. സഅദ് ഇബ്നു മുആദിന്റെ ചരിത്രം അറിയുമല്ലോ. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു, സഅദ് റളിയല്ലാഹു തആല അൻഹു 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി. സഅദ് തങ്ങൾ 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി. 36ാമത്തെ കൊല്ലം, 36ഓ 38ഓ പടച്ചവനെ തുച്ഛമായ കാലമാണ് മുസ്ലിമായി ജീവിച്ചത്. സഅദ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ തുച്ഛമായ വർഷമാണ്, 6 മാസം 6 വർഷമാണ് മുസ്ലിമായി ജീവിച്ചത്. പക്ഷേ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. സഅദ് തങ്ങൾ മരിച്ചപ്പോ, സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോ അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങുകയാ. അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് നോക്കുന്നവർ പറയുന്നു, ചിരിക്കുകയാ. എന്തൊരു ചിരിയാ അല്ലാഹ്, എന്തൊരു പ്രകാശമാ അല്ലാഹ്, എന്തൊരു മരണമാ അല്ലാഹ്. കാണുന്നവര് മുഴുവനും കൊതിക്കുകയാണ്, കാണുന്നവര് മുഴുവനും കൊതിക്കുകയാണ്. നിങ്ങളെ ഇങ്ങനെ ഒരു മരണമല്ലേ നിനക്ക് വേണ്ടത്? മയ്യത്ത് കാണാൻ വരുന്നവര് മുഴുവനും നിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കണ്ടേ? എന്തൊരു വെളിച്ചമല്ല. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുത്തല്ലോ. വെള്ളിയാഴ്ച മരിച്ചില്ലേ, സുജൂദിൽ കിടന്ന് മരിച്ചില്ലേ, ഒന്നുവോടുകൂടി മരിച്ചില്ലേ. എത്ര വലിയ ഭാഗ്യമാരാ. എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാണ്. എല്ലാവരും കരയുകയാണ്. സഅദ് തങ്ങൾ ചിരിക്കുകയാണ്. റബ്ബേ, ജനാസ ചുമക്കുമ്പോ സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, മയ്യത്തിന് ഭാരമില്ല നബിയേ. അല്ലാഹുവേ, റസൂലുള്ളാഹി തങ്ങൾ തള്ളവരള കുത്തിയിട്ട് നടന്നു പോവുകയാ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ ലോകത്തിന്റെ നേതാവ് തള്ളവരള കുത്തിയിട്ട് നടന്നു പോവുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ തള്ളവരള കുത്തിയിട്ട് നടക്കുന്നത്? എന്തിനാണ് നബിയേ? സഹാബാ, സ്ഥലമില്ല സ്വഹാബ, നടക്കാ സ്ഥലമില്ല സ്വഹാബ. മയ്യത്തിന് ഭാരമില്ലാത്തതിന്റെ കാരണം എന്തെന്നറിയോ? ചുമക്കുന്നത് മലക്കുകളാ. അല്ലാഹുവേ,
എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ചെറുപ്പക്കാരാ, ഖുർആനിനെ സ്നേഹിച്ചാൽ, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്താൽ നിനക്ക് റബ്ബ് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഒരുമടാ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല, ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ല, സൗദിയുടെ രാജാവൻ ആര് വരുമെന്നറിയോ? ജനിച്ചത് മുതൽ മരിക്കുന്ന